എമ്പുരാനിൽ ചെറിയ വേഷമായിരുന്നു, പക്ഷെ വൻ തരംഗായിരുന്ന വേഷം. എമ്പുരാനിൽ എക്സ്റ്റൻഡഡ് പറയില്ല. മറ്റേ ഡയലോഗ് വൈറലായ പോലെ വൈറലാവാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ് ഉണ്ടോ ചേട്ടാ ഈ എമ്പുരാനിൽ? ഉണ്ടായിരിക്കും. കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു? കയ്യിൽ നിന്ന് ഒന്നും ഈ സിനിമയിൽ പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്ന മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സിനിമയിലൊക്കെയാണ് കയ്യിൽ നിന്ന് പറയും. ഇതിൽ അവർ കാച്ചി കുറുക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് പറയാനായിട്ടുള്ള സാധ്യതകളില്ല. സുരാജേട്ടൻ പറഞ്ഞ പൃഥ്വിരാജ് ഒരു റോബോട്ടാണെന്ന് പറഞ്ഞത്. ആസ് എ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഒരു റോബോട്ടാണെന്ന് പറഞ്ഞത്. പൃഥ്വിരാജ് ചിലപ്പം ഹോളിവുഡിൽ പടം ചെയ്താലും അതിശയിക്കാനില്ല. ചിലപ്പോൾ ചെയ്തേക്കും, ഭാവിയിൽ ചെയ്തേക്കാം. അതിനുള്ള ടാലന്റ് ഉണ്ട്. എമ്പുരാൻ കഴിഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ട് കൂടെ ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കിംവദന്തി അല്ലേ? ഓൾറെഡി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജേട്ടൻ പടത്തിനെ പറ്റി പുറത്ത് പറയില്ലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. രാജേട്ടൻ മാത്രം പറയും. രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്തായാലും പരിചയമാവില്ല. ഞങ്ങളോട് എല്ലാവരോടും രാജേട്ടൻ പറഞ്ഞു എമ്പുരാൻ ഒരു ചെറിയ പടം അങ്ങനെ. പക്ഷെ അതിൽ അഭിനയിച്ചവരൊക്കെ പറയും എമ്പുരാൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് വരാൻ വന്നത്. രാജേട്ടൻ എപ്പോ നോക്കിയാലും ചെറിയ പടം, വലിയ ക്യാൻവാസ് അല്ലേ ഇത്? ചെറിയ പടം ഉദ്ദേശിച്ചത് എന്താണ്? അതായത് നിങ്ങൾ വലിയ പ്രതീക്ഷ, അതായത് ഒരുപാട് പ്രതീക്ഷിക്കരുതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലാതെ ചെറിയ പടം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് വൈസ് ചെറിയ പടമൊന്നുമല്ല. അതേപോലെ ബൈച്ചേട്ടാ ഇപ്പം ലൂസിഫർ ചെയ്തതിന് ശേഷമാണ് രാജേട്ടൻ കുറെ പാൻ ഇന്ത്യൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു. ഇപ്പം പ്രശാന്ത് നീലിനെ പോലുള്ള ഡയറക്ടറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ എമ്പുരാനിൽ രാജേട്ടൻ ആസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നു? അതൊക്കെ റിലീസ് ആകുമ്പോൾ മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. അങ്ങനെ പറയില്ല. പിന്നെ എനിക്ക് എന്റെ റോള് മാത്രമേ അറിയുള്ളൂ. അല്ല, ഒരു ഡയറക്ടറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് വ്യത്യാസം ലൂസിഫർ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റ് ആയോ കുറച്ചുകൂടെ? ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇനി അതിനകത്ത് ഇനി വേറെ അപ്ഡേഷന്റെ കാര്യമില്ല. മാർക്കം ഉണ്ടായിരുന്നു. മാർക്കം കണ്ടില്ല, കാണണം. മാർക്കം കൊള്ളാന്ന് പറയുന്നത് നല്ല അഭിപ്രായം പറയുന്നു. പക്ഷെ വയലൻസ് മലയാളത്തിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം വന്നിട്ടില്ലെന്നാണ് എല്ലാവരും. ബെഞ്ച് മാർക്കായി മലയാള സിനിമയിൽ. ഷമീ തിലകന്റെ മോനാണ് വില്ലൻ അല്ലേ? അഭിമന്യു ഉണ്ണിമുന്തം പറയുന്നത് പൃഥ്വിരാജും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, സിനിമകൾ ചെയ്യണമെന്നൊക്കെയാണ്. ആക്ഷനിലോട്ട് തിരിച്ചു വരണമെന്നാണ് രാജേട്ടൻ ആക്ഷനിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഉണ്ണിമുന്തൻ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞത്. രാജുവിന്റെ ഒരു ആക്ഷൻ പടം നമുക്ക് ഇനി അടുത്ത കൊല്ലം പ്രതീക്ഷിക്കാമോ? ഇതൊക്കെ എന്റെ അടുത്താണോ ചോദിക്കുന്നത്? അല്ല, രാജേട്ടന്റെ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കാണാൻ കിട്ടുന്നില്ല. രാജേട്ടന്റെ ആക്ഷൻ എമ്പുരാനിലുണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. ഞാനുമായിട്ടൊന്നും കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. അവരവർ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയുള്ളൂ. സിനിമയില് ഒരു ടോട്ടാലിറ്റിയെ പറ്റി ആർക്കും അറിഞ്ഞൂടാ. അതേപോലെ തന്നെ വൻ ചർച്ച ആവണ മറ്റേ ഫോട്ടോ തിരിഞ്ഞിരിക്കുന്ന ഒരാള്. അതാരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ചൈനക്കാരനാണോ? ഡ്രാഗന്റെ പടമുള്ള തിരിഞ്ഞിക്കണത് ആരും പറയരുത്, ഞാനാണ്. ടോവിനോ പറഞ്ഞ് മലയാള നടനല്ലാന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ മലയാള നടനാണെന്നുള്ള ടോവിനോയ്ക്ക് അറിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഇന്റർനാഷണൽ ആണ്. കഴിഞ്ഞ ആഴ്ച ഇന്ദ്രേട്ടന്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ എന്താണ് ചേട്ടന്റെ ബർത്ത്ഡേ വരുമ്പോ അതോടെ ഫോട്ടോ വെച്ചിരിക്കണം. എന്റെ ബർത്ത്ഡേ വരുമ്പോഴോ? എന്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് പടം ഇറങ്ങി കഴിയും. ചേട്ടന്റെ ബർത്ത്ഡേ ഈ വർഷത്തെ കഴിഞ്ഞു. എന്റെ ബർത്ത്ഡേ ഞാൻ പറയില്ല. ഈ വർഷത്തെ കഴിഞ്ഞു. അടുത്ത വർഷം പോയി കഴിക്കുമല്ലോ. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. അപ്പൊ എമ്പുരാൻ ഇറങ്ങുമ്പോ കാണാം. അതിന് മുന്നേ ഏതെങ്കിലും പടം വരാണ്ട്? ഒരു പടമുണ്ട്, സുരേഷ് ഗോപിയുടെ പടമുണ്ട്, JSK.